1994 തുടക്കത്തിലുള്ള ഒരു അന്ന് ഇറങ്ങിയൊരു മാഗസീനിലാണത്. ഇതിൽ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: രണ്ടാം വരവ് പക്ഷേ വില്ലൻ. ഇത് മറ്റാരെയും കുറിച്ചല്ല, ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായ കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിലെ മോഹൻ തോമസ് ആയിട്ട് വന്ന് വിലസിയ രതീഷിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ സിനിമ ഒരു വൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞാൽ തമാശയാണെന്ന് കരുതിക്കളയരുത്. ശക്തന്മാരായ വില്ലന്മാരുടെ അഭാവമാണ് ഇന്നത്തെ പുതിയ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശക്തനായ വില്ലന്മാർ സിനിമയിലില്ല എന്നാണ് പറയുന്നത്. ഇതിൽ നായകൻ്റെ ഇടികൊണ്ട് വശം കെട്ടവരൊക്കെ ഇടിക്കാരായി പ്രൊമോഷൻ നേടിയിരിക്കുകയാണ്. ബാബു ആൻ്റണിയും ക്യാപ്റ്റൻ രാജുവും ഒക്കെ പുതിയ സ്ഥാനക്കയറ്റങ്ങൾ കയറി. അതായത് ഞാനത് ഫുൾ വായിക്കുന്നില്ല, ഇത് കണ്ടന്റ് ഇതാണ്. അതായത് ആ സമയത്ത് നമുക്കറിയാം ബാബു ആൻ്റണി വില്ലനായിട്ട് വന്ന് നാടോടി പോലത്തെ സിനിമയിലും കുറച്ച് സിനിമകളാണ്. ഈ പറഞ്ഞ പോലെ ചിലമ്പ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ വന്നു. പിന്നീട് കാർണിവൽ എന്ന് പറഞ്ഞ സിനിമയിലുണ്ടായിരുന്നു. അബ്കാരി എന്ന് പറഞ്ഞ, അബ്കാരിയിൽ ഇല്ല എന്ന് തോന്നുന്നു, കാർണിവലിലുണ്ട്. പിന്നെ നാടോടിയിലാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സിനിമകളിലൊക്കെ വില്ലനായിട്ട് വന്ന് പിന്നീട് ഉപ്പുകണ്ടം ബ്രദേഴ്സും ഗാന്ധാരിയൊക്കെ പോലത്തെ ഒരു സിനിമ എത്തിയപ്പോൾ പിന്നെ ബാബു ആൻ്റണി ഹീറോ ആയിട്ട് മാറി. നമുക്കറിയാം പെട്ടെന്ന് ജയനു ശേഷം പെട്ടെന്നൊരു സൂപ്പർ സ്റ്റാർഡം ആ ഒരു ലെവലിലോട്ട് എത്തിയ ഒരു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എത്തിയ ഒരു നടനാണ് ബാബു ആൻ്റണി. അപ്പോൾ ഇതിലെതിരിക്കുന്ന ബാബു ആൻ്റണിയും ക്യാപ്റ്റൻ രാജുവും ഒക്കെ ഹീറോ ആയിട്ടും ക്യാരക്ടർ റോളുകളിലേക്ക് മാറി. അപ്പോൾ മലയാള സിനിമയ്ക്ക് പറ്റിയ വില്ലന്മാരില്ല എന്നൊക്കെയാണ്. അതായത് വില്ലന്മാരെയൊക്കെ പുറത്തുനിന്ന്, അതായത് മറ്റു ഭാഷകളിൽ നിന്ന് വില്ലന്മാരെയൊക്കെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥകൾ വന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഷാജി കൈലാസിൻ്റെ തന്നെ ഇതിനു മുമ്പ് ഏകലവ്യൻ എന്ന് പറയുന്ന സിനിമ 93 ഏകലവ്യൻ എന്ന് പറയുന്നൊരു സിനിമയിൽ നരേന്ദ്രപ്രസാദാണ് വില്ലനായിട്ട് അഭിനയിച്ചത്. അതിനു മുമ്പ് മറ്റേ തലസ്ഥാനത്തിൽ വന്ന നരേന്ദ്രപ്രസാദ് വില്ലനായിട്ട് വന്നു. പക്ഷെ പുള്ളി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് അത്യാവശ്യം പ്രായമുണ്ട് നരേന്ദ്രപ്രസാദിന്. അപ്പോൾ ഇവർക്ക് ഈ മോഹൻ തോമസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിന് പറ്റിയ ഒരാളെ ഇവർ തേടി നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് രതീഷ് നമുക്കറിയാവുന്ന സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്ന സമയമാണ്. അദ്ദേഹം 80s തൊട്ട് മുമ്പ് ഒരു 79 സിനിമയിൽ വന്ന് 81 ആയപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് എത്തി. ഒരു 89, 90 ഒക്കെ ആയപ്പോൾ സിനിമയിൽ നിന്ന് മാറി അദ്ദേഹം വേറെ ബിസിനസ്സും കൃഷിയിലേക്കൊക്കെ മാറി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഷാജി കൈലാസ് ഈ കമ്മീഷണർക്ക് തൊട്ട് മുമ്പ് ചെയ്ത മാഫിയ എന്നുള്ള സിനിമയിൽ ടൈഗർ പ്രഭാകർ എന്ന് പറയുന്ന പുറത്തുനിന്നുള്ളൊരു നടനെയാണ് വില്ലനായിട്ട് കൊണ്ടുവന്നത്.